ട്രംപ് ലാസ് വേഗാസ് ഹോട്ടലിന് മുന്നിൽ ടെസ്ല സൈബർ ട്രക്ക് പൊട്ടിത്തെറിച്ച് ഒരാൾ മരിച്ചു. വാഹനാപകടത്തിൽ സ്ഫോടക വസ്തുക്കളുടെ സാന്നിധ്യം കണ്ടെത്തിയെന്ന് ടെസ്ല ഉടമസ്ഥൻ ഇലോൺ മസ്ക് വ്യക്തമാക്കിയിട്ടുണ്ട്. സംഭവത്തിൽ ന്യൂ ഓർലിയൻസ് കൊലപാതകവുമായി ബന്ധം പരിശോധിക്കുന്നതായി പ്രസിഡന്റ് ജോ ബൈഡൻ വ്യക്തമാക്കിയിട്ടുണ്ട്. വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൻ ജോസ് ചേരുന്നുണ്ട്. ഐസൻ, ടെസ്ലയുടെ സൈബർ ട്രക്ക് പൊട്ടിത്തെറിച്ചിരിക്കുകയാണ്. ഇതിൽ സ്ഫോടക വസ്തുക്കളുടെ സാന്നിധ്യം ഉണ്ടാകാം എന്ന് ടെസ്ലയുടെ ഉടമസ്ഥൻ കൂടിയായ എലോൺ മസ്കിൻ്റെ പ്രതികരണവും വന്നിട്ടുണ്ട്. തീർച്ചയായും നിഖിൽ, ഈ സ്ഫോടക വസ്തുക്കൾ നിറഞ്ഞു എന്ന് എലോൺ മസ്ക് വ്യക്തമാക്കിയ ഈ കാർ പൊട്ടിത്തെറിച്ച് അല്ലെങ്കിൽ വാഹനം പൊട്ടിത്തെറിച്ചത് ട്രംപ് ഹോട്ടലിന് മുമ്പിലാണ്. അത് നമുക്കറിയാവുന്നതാണ്. ഡൊണാൾഡ് ട്രംപിൻ്റെ കമ്പനി ഓൺ ചെയ്യുന്ന ഇതിന് മുന്നിലാണ് പൊട്ടിത്തെറിച്ചത്. നിലവിലെ ഈ ദൃശ്യങ്ങളിൽ നിന്നെല്ലാം തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതീവ ഗൗരവമുള്ളൊരു പൊട്ടിത്തെറി തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഇത് ഏത് രീതിയിലുള്ള ഒരു ആക്രമണമാണ് നടന്നിരിക്കുന്നത്? നേരത്തെ ഇപ്പോൾ രാജീവ് ഭാസ്കർ പറഞ്ഞതും വെച്ച് ചേർത്ത് വായിക്കുമ്പോൾ പലതും ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്നതാണ് ഏറെ ഗൗരവമുള്ള വിഷയം. ഈ ഇൻസിഡൻറ്റ് എന്ന് പറയുന്നത് കൊളറാഡോയിൽ നിന്നും റെൻറ്റിനെടുത്ത ഒരു വാഹനം ലാസ് വെഗാസിലെത്തുന്നു. അത് ലാസ് വെഗാസിലെത്തി ഹോട്ടലിന് മുന്നിലെത്തി പൊട്ടിത്തെറിക്കുന്നു. ആ പൊട്ടിത്തെറിക്കുന്നതിൽ ആ വാഹനം ഓടിച്ചിരുന്ന ആൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും മരിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ബാക്കി 7 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മറ്റ് വലിയ അപകടത്തിൻ്റെ ഒരു മാഗ്നിറ്റ്യൂഡിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല എങ്കിൽ കൂടി ഈ പ്രശ്നത്തിന് അതീവ ഗൗരവമുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ നിരീക്ഷിക്കപ്പെടുന്നത്. നമുക്കറിയാവുന്നതാണ് ഇത്തരത്തിൽ IS-ൻ്റെ സാന്നിധ്യം. നേരത്തെ ന്യൂ ഓർലിയൻസിലുണ്ടായ ഈ സംഭവം പോലെ തന്നെ ഇതുപോലൊരു ആക്രമണമാണോ ലക്ഷ്യം വെച്ചത് എന്നൊരു സംശയം വളരെ കൃത്യമായി നിലനിൽക്കുന്നുണ്ട്. അതും മാത്രമല്ല, മറ്റ് ഇത്തരത്തിലുള്ള എല്ലാ സാഹചര്യങ്ങളും പരിശോധിക്കുമ്പോൾ ഇത് തമ്മിലൊരു സമാനത ഉള്ളതായി പലരും സംശയം കൃത്യമായി പറയുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതീവ ഗൗരവമുള്ളൊരു വിഷയം തന്നെയാണ് ഈ സ്ഫോടനവും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഈ 2 ആക്രമണങ്ങളും നടന്ന ആ ഒരു സാഹചര്യം കൂടി പരിശോധിക്കുമ്പോൾ നമുക്കറിയാവുന്നതാണ്, ഇനി ദിവസങ്ങൾ മാത്രമാണ് അമേരിക്കയിൽ ട്രംപ് പ്രസിഡന്റ് ആകാനിരിക്കുന്നത്. അമേരിക്കയിൽ ട്രംപ് പ്രസിഡന്റ് ആകുമ്പോൾ നമുക്കറിയാവുന്നതാണ് IS പോലുള്ള ഭീകര ഔട്ട്വിറ്റ് സംവിധാനങ്ങളെ എങ്ങനെയാണ് ട്രംപ് കൈകാര്യം ചെയ്യുക എന്ന് നമുക്ക് വളരെ കൃത്യമായി അറിയാവുന്നതാണ്. അതിനൊന്നും ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത നിലപാടുകൾ സ്വീകരിക്കുമെന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഓരോ ഇൻസിഡൻറ്റ് വൈസ് വായിച്ചെടുക്കുകയാണെങ്കിൽ, അതായത് ഇസ്രായേലിൽ അദ്ദേഹത്തിൻ്റെ ഇടപെടൽ, ഹമാസുമായുള്ള അദ്ദേഹത്തിൻ്റെ ഇടപെടൽ പരിശോധിക്കുകയാണെങ്കിൽ ഹമാസിനെ പൂർണ്ണമായും നിയന്ത്രിക്കും. ഈ 20-ന് മുൻപ്, അധികാരത്തിലേൽക്കുന്നതിന് മുമ്പ് ഹമാസിനെ പൂർണ്ണ നിയന്ത്രണ വിധേയമാക്കും എന്നൊരു നിലപാട് അദ്ദേഹം പറയുന്നു. അത് ആ ഗണന ഒരു അന്ത്യശാസനം നൽകിയിരിക്കുന്നു. അവിടെയും IS-ൻ്റെ സാന്നിധ്യം കാണുന്നു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള അമേരിക്കയിൽ 2 ഇടങ്ങളിൽ IS-ൻ്റെ സാന്നിധ്യം, ഒരിടത്ത് കൃത്യമായ IS-ൻ്റെ സാന്നിധ്യമുണ്ടെന്ന് കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്നു. IS-ൻ്റെ സ്വാധീന വലയത്തിലുള്ള IS ഇടപെട്ട ഒരു മനുഷ്യനാണ് ഈ ആക്രമണം നടത്തിയത് എന്ന വിവരങ്ങൾ വന്നിരിക്കുന്നു. അതുപോലെ തന്നെ വീണ്ടും ഒരു ആക്രമണം നടന്നതിന് ലിങ്ക് ഉണ്ടോ എന്ന് സംശയിക്കുന്നത് സ്ഫോടക വസ്തുക്കളുണ്ടെന്ന് ആ കാറിൻ്റെ നിർമ്മാതാക്കളുടെ കമ്പനി തന്നെ, അതിൻ്റെ ഒരു ഉടമസ്ഥൻ തന്നെ പറയുമ്പോൾ അത് അത്തരത്തിലുള്ളൊരു സാങ്കേതിക പിഴവല്ല, പൊട്ടിത്തെറി തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ദൃശ്യങ്ങളിൽ നിന്നും അങ്ങനെ ഉള്ള സൂചനകൾ തന്നെയാണ് വരുന്നത്. പോലീസും ഏതാണ്ട് നൽകുന്ന വിവരങ്ങൾ അതുപോലെ തന്നെയാണ്. ഇതെല്ലാം തന്നെ ചേർത്ത് വായിക്കുമ്പോൾ അതീവ ഗുരുതരമായൊരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാനുള്ള IS-ൻ്റെ അമേരിക്കയിലൊരു നീക്കം, IS-ൻ്റെ സ്ലീപ്പർ സെല്ലുകൾ ആക്റ്റീവ് ആയതിൻ്റെ ഒരു സ്വഭാവം കാണാൻ സാധിക്കുന്നുണ്ട് എന്നൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ജോ ബൈഡൻ ഉൾപ്പെടെയുള്ളവർ ഇതിൽ കൃത്യമായി അപലപിക്കുകയും കർശന നടപടികൾ ഉണ്ടാകുമെന്ന് അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. നിഖിൽ, ഐസൻ, ഇതിന് മുൻപ് നടന്ന ആക്രമണത്തിലും ന്യൂ ഓർലിയൻസിൽ നടന്ന ആക്രമണത്തിൽ IS-ൻ്റെ സാന്നിധ്യം അല്ലെങ്കിൽ IS ആണ് ഇതിന് പിന്നിൽ എന്ന സ്ഥിരീകരണം FBI നടത്തുമ്പോൾ കൂടുതൽ ഈ തെളിവെടുപ്പുകളിലേക്ക് അല്ലെങ്കിൽ കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് തീർച്ചയായും അന്വേഷണ ഏജൻസി കടക്കാനുള്ളൊരു സാധ്യത ഉണ്ട്. അത് ആരംഭിച്ചു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നതും. പക്ഷേ അവിടെയും ഈ ഷംസുദ്ദീൻ ജബ്ബാർ എന്ന ഭീകരൻ ഇതിന് മുൻപ് സൈനിക ഉദ്യോഗസ്ഥനായിരുന്നു, അമേരിക്കയിലെ തന്നെ അമേരിക്കൻ പൗരനാണ് എന്നതുകൂടിയാണ്. തീർച്ചയായും അമേരിക്കൻ പൗരനായിരുന്നു. ടെക്സാസാണ് അദ്ദേഹത്തിൻ്റെ സ്വദേശം. അതുപോലെ തന്നെ ഇയാൾ IS-മായി സ്വാധീനിക്കപ്പെട്ടിരിക്കുന്നു. അത് നേരത്തെ രാജീവ് ഭാസ്കറും സൂചിപ്പിച്ചിരുന്നൊരു വിഷയം തന്നെയാണ്. അഫ്ഗാനിസ്ഥാനിലും ഇതുമായി ബന്ധപ്പെട്ട് അമേരിക്കയുടെ സൈനിക നീക്കങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. ഒരു സൈനികനായിരുന്നില്ല അദ്ദേഹം മറിച്ച് സൈന്യത്തിൻ്റെ ഹ്യൂമൻ റിസോഴ്സസ് മാനേജ്മെൻറ്റും അതുപോലുള്ള അനുബന്ധമായ മാനേജ്മെൻറ്റ് സംവിധാനങ്ങളുമായി പ്രവർത്തിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു സൈനികൻ എന്ന് അദ്ദേഹത്തെ പൂർണ്ണമായും പറയാൻ സാധിക്കില്ലെങ്കിലും സൈന്യവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു സിവിലിയൻ സ്റ്റാഫ് എന്ന രീതിയിൽ അദ്ദേഹത്തെ കണക്കാക്കാവുന്നതാണ്. തീർച്ചയായും ഈ സ്ലീപ്പർ സെല്ലുകളുടെ ഒരു സാന്നിധ്യം വളരെ കൃത്യമായി ഇവിടെ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഈ രാജ്യങ്ങളിൽ അമേരിക്കയിൽ പടർന്നു പിടിക്കാനുള്ളൊരു സാധ്യതയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് അതീവ ഗൗരവമായൊരു സംശയം നിലനിൽക്കുന്ന ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് പല ഇടങ്ങളിലും ഈ സ്ലീപ്പർ സെല്ലുകളുടെ സാന്നിധ്യം, അതായത് ഇപ്പോൾ ഇസ്രായേലല്ല ഹമാസിൻ്റെ ഇടയിൽ കണ്ട സ്ലീപ്പർ സെല്ലുകളുടെ സാന്നിധ്യം, അത്തരത്തിലുള്ള സാന്നിധ്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ചേർത്ത് വായിക്കുമ്പോൾ ഒരു പക്ഷേ ശക്തമായൊരു നീക്കം അന്താരാഷ്ട്ര തലത്തിൽ പോലും ഉണ്ടായേക്കാം അമേരിക്കയുടെ ഭാഗത്തു നിന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, പലതരത്തിലുള്ള ആക്രമണങ്ങൾ പല സൈനിക കേന്ദ്രങ്ങൾക്കെതിരെ നടന്നിരുന്നു. അത്തരത്തിലുള്ള പല സംഭവ വികാസങ്ങൾ പശ്ചിമേഷ്യയിൽ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ ചില സൗത്ത് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ
തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതെല്ലാം തന്നെ ചേർത്ത് വായിക്കുമ്പോൾ ഒരു ശക്തമായ പ്രതികരണം, കേവലം FBI-യുടെ ഒരു അന്വേഷണം അല്ലെങ്കിൽ ഒരു സിവിലിയൻ അന്വേഷണം എന്നതിനപ്പുറം ചില സൈനിക നടപടിയിലേക്ക് കൂടി അമേരിക്ക നീങ്ങിയേക്കാവുന്ന സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അത് ഈ ശക്തി കേന്ദ്രങ്ങളെ, ഈ IS സ്ലീപ്പർ സെല്ലുകളെ നിയന്ത്രിക്കുന്ന അതിൻ്റെ ശക്തി സ്രോതസ്സുകളെ കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞു എന്ന സൂചനകളെല്ലാം തന്നെ പുറത്തു വരുന്നുണ്ടെങ്കിൽ കൂടി അത് അമേരിക്കൻ മിലിറ്ററി ഇൻ്റലിജൻസിൻ്റെ വളരെ സീക്രട്ടായ ഇൻഫർമേഷനുകളൊക്കെയാണ് കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അത്തരമൊരു വെളിപ്പെടുത്തലുകൾ ഉണ്ടായിട്ടില്ല എങ്കിൽ കൂടി തുടർന്ന് ശക്തമായ സൈനികവും അന്താരാഷ്ട്രവുമായ നീക്കങ്ങൾ IS-നെതിരെ ഉണ്ടാകാനുള്ള സാധ്യത ഒരിക്കലും തള്ളിക്കളയാനാവില്ല എന്ന് തന്നെയാണ് നിലവിലെ സൂചനകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. FBI വളരെ കൃത്യമായി ഇത്തരത്തിൽ IS-ൻ്റെ സാന്നിധ്യമുണ്ട്, IS-ൻ്റെ ഫ്ലാഗ് കണ്ടെടുത്തു, IS-യുമായി സ്വാധീനിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ഇയാൾ, അത് അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള ചില ഇടപെടലുകളാണ് എന്നെല്ലാം രീതിയിലുള്ള കൃത്യമായ ഒരു വെളിപ്പെടുത്തലുകൾ ഈ സ്ഫോടനം നടന്ന് മണിക്കൂറുകൾക്കകം FBI പോലുള്ള ഉന്നതമായ ഒരു അന്വേഷണ ഏജൻസി പുറത്തു പറയുമ്പോൾ അതിൽ നിന്നെല്ലാം ഈ ഒരു സാഹചര്യം കൂടി വായിച്ചെടുക്കേണ്ടതാണ്. ചരിത്രത്തിൽ അത്തരത്തിലുള്ള നിലപാടുകളെല്ലാം തന്നെ FBI പുറപ്പെടുവിച്ചതിന് പിന്നാലെ ഇത്തരം നീക്കങ്ങൾ ഉണ്ടായിട്ടുമുണ്ട്. ശരി സർ. എന്തായാലും ഇതിൽ അട്ടിമറി സാധ്യത വളരെ കൂടുതലാണ്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ മനസ്സിലാവും. കാരണം ഒരു സ്ഫോടക വസ്തു കൃത്യമായി പൊട്ടിത്തെറിക്കുന്ന രീതിയിലാണ്. മസ്കിൻ്റെ ഭാഗത്ത് നിന്ന് പ്രതികരണം വന്നത് മറ്റൊന്നുമല്ല, കാരണം ടെസ്ലയുടെ സൈബർ ട്രക്കാണ്, അത് അത്രത്തോളം സുരക്ഷിതമാണ് എന്ന് എലോൺ മസ്ക് പലപ്പോഴും പറഞ്ഞൊരു വാഹനമാണ്. അതുകൊണ്ട് തന്നെയാണ് സാങ്കേതിക തകരാറല്ല, സ്ഫോടക വസ്തു ഉണ്ട് എന്ന് തന്നെ എലോൺ മസ്ക് ഉടനടി തന്നെ പ്രതികരിച്ചതും.